ഇടുക്കിയിൽ മിടുക്കനായി വീണ്ടും ഡീൻ. ഹൈറേഞ്ചിന്റെ മനസ്സ് ഇത്തവണയും UDF-നൊപ്പം. വർഗീയതയുടെ വിഷവിത്തുകളെ കേൾക്കുന്നോ നിങ്ങൾ? നിങ്ങൾക്കെതിരെ പോരാട്ടത്തിനു ഞങ്ങൾ ഇറങ്ങിയിടും, ഇനിയും ഞങ്ങൾ ഇറങ്ങിയിടും. നിങ്ങൾക്കെതിരെ പടവാളായി, നീതിക്കായി ഒരു രക്ഷകനായി വീണ്ടും വരവായി ഡീൻ കുര്യാക്കോസ്. മണ്ണിനോടും വന്യമൃഗങ്ങളോടും മല്ലടിക്കുന്ന ഇടുക്കിയിലെ മലയോര കർഷകന്റെ മനസ്സ് വീണ്ടും UDF-നൊപ്പം. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിന് മിന്നും വിജയമാണ് ഇടുക്കിക്കാർ സമ്മാനിച്ചത്. വോട്ടെണ്ണലിൽ സമ്പൂർണ്ണാധിപത്യം ഡീൻ നേടിയപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് മറികടക്കാൻ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് സാധിച്ചില്ല. നമ്മൾ വിജയിച്ചു, ഇടുക്കിയുടെ നിറഞ്ഞ സ്നേഹം നൽകിയതിന്, വലിയ ഭൂരിപക്ഷം നൽകി ഒരിക്കൽ കൂടി വിജയിപ്പിച്ചതിന്, കൂടെ നിന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി, എന്നും കൂടെയുണ്ടാകും എന്നാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിജയത്തിന് ശേഷം പറഞ്ഞത്. 1,33,727 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ വിജയിച്ചത്. ഡീൻ 4,32,372 വോട്ടും ജോയ്സ് ജോർജ് 2,98,545 വോട്ടും സംഗീത വിശ്വനാഥൻ 91,323 വോട്ടും പിടിച്ചു. 2019 1,71,053 വോട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഡീൻ ലഭിച്ചത്. വന്യമൃഗാക്രമണം, പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, ഭൂതർക്കം, സമുദായം, വോട്ടടക്കം നിരവധി ഘടകങ്ങൾ ഡീൻ കുര്യാക്കോസിൻ്റെ രണ്ടാം വിജയത്തിന് അനുകൂലമായി. വന്യമൃഗാക്രമണത്തിന് മലയോര മേഖലയെയും മണ്ഡലത്തെയും മൊത്തത്തിൽ ഉലച്ചിരുന്നു. വന്യമൃഗാക്രമണങ്ങളിൽ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്ന ജനവികാരം മണ്ഡലത്തിലാകെ ശക്തമായിരുന്നു. വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ വനം മന്ത്രിയുടെ പ്രസ്താവനകളിൽ മാത്രമായി ചുരുങ്ങി. ജലം, വൈദ്യുതി വേലിയടക്കമുള്ള സംവിധാനങ്ങൾ വനത്തിനുള്ളിൽ ഒരുക്കുന്ന കർണാടക മോഡൽ പദ്ധതികളുടെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ തടയാൻ സാധിക്കുന്നതാണ്. എന്നാൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഒരുക്കാൻ സർക്കാർ ചുമതലയാണെന്നിരിക്കെ കാട്ടാന ആക്രമണത്തിൽ നിരവധി ജീവൻ പൊലിയുന്നതിലെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. വിഷയം പൊതുജന മധ്യത്തിൽ നിലനിർത്താൻ ഡീനും UDF-നും സാധിച്ചു. നിരവധി പേരുടെ ജീവനെടുത്ത വന്യജീവി ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ചാർത്തിയായിരുന്നു ഡീൻ്റെ പ്രചാരണം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമരകാലത്തും തുടർന്ന് MP ആയപ്പോഴും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാണ് ജോയ്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. വന്യമൃഗാക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരങ്ങളെ മറികടക്കാനുള്ള ജോയ്സിൻ്റെ നീക്കങ്ങൾ വോട്ടായി മാറിയില്ല. മൂന്നാം തവണയാണ് ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും ഇടുക്കിയുടെ മലയോര മണ്ണിൽ പോരടിച്ചത്. ഓരോ ജയം നേടിയ ഇരുവർക്കും മൂന്നാം അംഗം നിർണായകമായിരുന്നു. 2014 അട്ടിമറി ജയമാണ് ഇടുക്കി മണ്ഡലത്തിൽ ജോയ്സ് നേടിയത്. പഴയ പീരുമേട് മണ്ഡലം 1977 ഇടുക്കി മണ്ഡലമായതിനു ശേഷം 1980 MM ലോറൻസ് ജയിച്ചത് മാറ്റി നിർത്തിയാൽ 2014 ജോയ്സ് ജോർജിലൂടെയാണ് LDF രണ്ടാം തവണ ഇടുക്കി മണ്ഡലം സ്വന്തമാക്കിയത്. തോൽപ്പിച്ചത് കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിനെ. 2019 ഡീൻ 1,71,053 വോട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജോയ്സിനെ മലർത്തിയടിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ചു. ഇത്തവണയും ഡീൻ വിജയം ആവർത്തിച്ചു. ക്രിസ്ത്യൻ സഭകൾക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലത്തിൽ ഏറെ നിർണായകമായ കത്തോലിക്ക സഭയുടെ പിന്തുണ ഇത്തവണയും ഡീൻ കുര്യാക്കോസിന് ലഭിച്ചിട്ടുണ്ട്. എക്കാലത്തും കോൺഗ്രസിനും കേരള കോൺഗ്രസിനുമൊപ്പം നിലനിന്ന ഇടുക്കി രൂപതയും കത്തോലിക്ക സഭയും ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നപ്പോഴാണ് UDF കോട്ടയിൽ വിള്ളൽ വീണത്. കഴിഞ്ഞ 2 തവണയും സ്വതന്ത്ര വേഷത്തിലിറങ്ങിയ ജോയ്സ് ഇക്കുറി CPM പാർട്ടി ചിഹ്നത്തിലാണ് വോട്ട് തേടിയത്. 2014 സഭയുടെ പരസ്യ പിന്തുണ പൂർണ്ണമായി ജോയ്സിന് ലഭിച്ചിരുന്നു. കസ്തൂരിരംഗൻ ഉയർത്തിയ വിവാദങ്ങളും പട്ടയ പ്രശ്നങ്ങളും ഇടുക്കി ബിഷപ്പും PT തോമസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഇതിന് വഴിതെളിച്ചത്. എന്നാൽ പാർട്ടി ചിഹ്നത്തിലെ വോട്ട് ചെയ്യുന്നതിൽ സഭകൾക്കുള്ള അതൃപ്തിയും ഇത്തവണ വോട്ടിൽ പ്രതിഫലിച്ചു. ഇടുക്കിയുടെ രക്ഷകനായി മോദിയെ അവതരിപ്പിച്ചാണ് NDA സ്ഥാനാർത്ഥിയായ BDJS-ലെ സംഗീത വിശ്വനാഥൻ ഇരുമുന്നണികളെയും നേരിട്ടത്. മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തി കാണിക്കാനാണ് SNDPക്കും നിർണായക സ്വാധീനമുള്ള ഇടുക്കിയിൽ BDJS സ്ഥാനാർത്ഥി ശ്രമിച്ചത്. എന്നാൽ കാര്യമായ വെല്ലുവിളി ഉയർത്താൻ സംഗീത വിശ്വനാഥനും സാധിച്ചില്ല. ന്യൂസ് ടീം, ഇടുക്കി.